ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ fscookeryvlogs. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളിയായിട്ടുള്ള തമിഴ്നാട് സ്റ്റൈൽ കാര ചട്നിയാണ്. ഇഡ്ലിക്കും ദോശയ്ക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള ചട്നിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇങ്ങനത്തെ റെസിപ്പി ചെയ്യുമ്പോൾ ഒരു കാരണവശാലും വെളിച്ചെണ്ണയൊന്നും എടുക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ തന്നെ വേണമേ. അതിനകത്തോട്ടൊരു 4 വറ്റൽമുളകും കൂടെ ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ 1 ടീസ്പൂണോളം ഉഴുന്നുപരിപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലോട്ട് 1 സവാളയും 1 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലോട്ട് ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ ഈ ഒരു ടൈമിൽ. എന്നിട്ട് നല്ല രീതിയിൽ അതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. എന്നിട്ടൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. നമ്മൾ ഇത്രയും നേരം വാട്ടിയെടുത്ത ആ ഒരു പാത്രത്തിൽ തന്നെ കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് കടുവും വറ്റൽമുളകും ഉഴുന്നുപരിപ്പും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന കാരച്ചട്നിയുടെ പുറത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, ഇഷ്ടമാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.